എല്ലാവർക്കും HR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മയല്ല കേട്ടോ, നിങ്ങളുടെ സ്വന്തം പൊന്നൂസാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു പന്തികേടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ അവിൽമിൽക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അതോരു തരികിട തന്നെയാണ് ഞാൻ കാണിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ഷാർജ മിക്സ് ഡു ഇറ്റ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ പാലത്തെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഫസ്റ്റായിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ അവരുടെ അമ്മയുടെ ചോദിക്കാതെ ഉണ്ടാക്കരുത്. എന്നാൽ നല്ല അടികിട്ടും. എനിക്ക് കുറേ അനുഭവം ഉള്ളതാണ് കേസ്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരികയാണ്. അപ്പോൾ കേസ് നമ്മളിവിടെ അവിടെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കട്ട് 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 ഇൻടു സ്മോൾ പീസസ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഇത് ശരിക്കും കാണുമ്പോൾ മറ്റേ ഫഡ്ജ് മരിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഫഡ്ജ് മരിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പുഡിംഗ് ഫഡ്ജ്. എന്നുവെച്ചാൽ കാണുമ്പോൾ നല്ല തിന്നാന്നുള്ളൂ, പക്ഷെ ഇപ്പൊ തിന്നാൻ പാടില്ല. ഇപ്പൊ തിന്നാൻ നമുക്ക് തികയില്ല. നമ്മുടെ മിക്സി ജാർ കുട്ടൻ ഫസ്റ്റ് നമുക്ക് കയ്യിലെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓരോ ക്യൂബും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് വരുന്ന ഈ ഒരു പാലിന് ദ്രാവക രൂപത്തിലുള്ള പാലുണ്ടല്ലോ ഗൈസ്, ദ്രാവക രൂപത്തിലുള്ള പാല് അത് നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒഴിക്കാനാണ്. ഇതാകുമ്പോൾ ഈ ഐസ് മാത്രമാകുമ്പോൾ നല്ല ഷേക്ക് പോലെയാവും. അപ്പോൾ നമുക്ക് സ്പീഡിൽ ഐസ് ക്യൂബ്സ് ഇട്ട് വയ്ക്കാം. തൽക്കാലത്തേക്ക് ഇത്ര മതി, കാരണം മിക്സിയിൽ അങ്ങാവുന്നതിനെപ്പോഴും നമ്മളിട്ട് മിക്സി ചിലപ്പോൾ ചില കുറുമ്പുകൾ നമ്മളോട് കാണിക്കും. സോ നമ്മൾ ആ കുറുമ്പ് കാണിക്കാൻ സമ്മതിക്കരുത്. ഇതിങ്ങനെ നമ്മൾ കട്ട് കട്ട് ബനാന കട്ട് കട്ട് ഇൻടു സ്മോൾ പീസസ്. ഇതിന് ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നേന്ത്രപ്പഴമാണ് ഇതിന് ഉപയോഗിക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്, ടേസ്റ്റൊക്കെ വരാനാണ് നല്ലത്. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബൂസ്റ്റ് ഇതാ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ ഷാർജ ഷേക്കിന് മെയിനായിട്ട് ആവശ്യമുള്ള സംഭവമാണ് നമ്മുടെ ബൂസ്റ്റ്. ഞാൻ വന്നിട്ട് ഒരു വലിയ സ്പൂണ് ഇടുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഈ ഒരു സാധനം കിട്ടിയിട്ട് എനിക്ക് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ, കാരണം അത്രയും ഫേവറേറ്റ് ആണ്. ഇനി നമുക്ക് ഇടേണ്ടത് കുറച്ച് നട്ട്സ് ആണ്. ഇതാ നമ്മുടെ ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കാഷ്യൂനട്ട് ഉണ്ട്, പിന്നെ ബദാം ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത് നമ്മുടെ ഷാർജ ഷേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ്സ് ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് അടിച്ചെടുക്കാം കേട്ടോ. മിക്സി ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. തുറക്കാണ്. വാ വാ വാ, എല്ലാരും വാ, എല്ലാരും വാ. നോക്കൂ ഗൈസ്, കാണുമ്പോൾ തന്നെ ഷാർജ ഷേക്കിന്റെ കളർ. നിങ്ങളുടെ അടുത്ത് പറയാതെ ഞാനിതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിനി നമ്മുടെ ടോപ്പിങ്സിന്റെ ഭാഗത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബൂസ്റ്റ് ആണ്. ഇതിങ്ങനെ വിതറി കൊടുക്കുക. ഇനി നമ്മൾ കിസ്മിസ്. അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ആൻഡ് ഇവരൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അത് ഭയങ്കര സന്തോഷമായി.
ആൻഡ് ഇത് നിങ്ങളുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷേക്കാണ് ആൻഡ് ഹെൽത്തി ആണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ അമ്മമാരാണ് നമുക്ക് എപ്പോഴും എല്ലാം ഇങ്ങോട്ട് ചെയ്തു തരില്ലേ. അപ്പം നമ്മൾ അവർക്ക് ഒരു പ്രത്യേക ഉപകാരം എന്ന രീതിയിൽ നമ്മൾ അവർക്ക് അങ്ങോട്ട് ഈ ഷേക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവരൊന്ന് സന്തോഷിച്ചോട്ടെ, അവർക്ക് സന്തോഷിക്കാമല്ലോ. അപ്പം നമുക്ക് അതൊന്നും ചെയ്തു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് അറിയിക്കണം, ഇത് വർക്കായോ വർക്കായില്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ HR ഫാമിലിയുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. പിന്നെ ഒരു മിനിറ്റ് കേട്ടോ, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ആൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.